എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിൽ പൂതക്കുളം ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂതക്കുളം സഹകരണ ബാങ്ക് അങ്കണത്തിലാണ്. ഇവിടെ എല്ലാ വർഷവും നടത്തി വരാനുള്ള ഓണച്ചന്തയോടനുബന്ധിച്ച് ഓണക്കിറ്റുകൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ വർഷവും ഇവിടെ ഓണക്കിറ്റ് ചന്തയിലൂടെ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെന്തൊക്കെ വിഭവങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാനിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന ഇതിനകത്തോട് ബന്ധപ്പെട്ട ആൾക്കാർ, ഈ ഒരു കിറ്റ് നിറയ്ക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള ആൾക്കാർ ഇവിടെ രാവിലെ മുതൽ തന്നെ ഈ ഒരു വർക്ക് തുടങ്ങിയിട്ടുണ്ട്. മാഡം നമസ്കാരം. നമസ്കാരം. പേരെന്താ? പേര് സിന്ധു. ബാങ്കിന്റെ സെക്രട്ടറിയാണ്. നമ്മൾ വളരെ വർഷങ്ങളായി, 50 വർഷം കൊണ്ട് ഓണച്ചന്ത ഇതിൽ നിന്ന് വിപുലമായാണ് 2-3 ചന്തകളാണ് സാധാരണ ബാങ്ക് ഉൾപ്പെടുത്തി ചെയ്യുന്ന 3 ചന്ത. ഊന്നുമൂട്, പൂതക്കുളം, ഇടയാടി, ഈ 3 പ്രദേശത്ത് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ 2 വർഷമായി കൺസ്യൂമർ ഫെഡ് ഒരു ചന്ത നമ്മുടെ ജീവനക്കാരെ പരിമിതി, ബാങ്കിൻ്റെ പരിമിതി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ചന്തയാണ് നടത്തുന്നത്. അത് പൂതക്കുളം ജംഗ്ഷനിൽ തന്നെ നമ്മുടെ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ തന്നെ നടത്തുന്നുണ്ട്. അത് എന്ന് മുതലാണ് ഈ ചന്ത ആരംഭിക്കുന്നത്? ഇവിടെ സംസ്ഥാനതല ഉദ്ഘാടനം 7 ആയിരിക്കും. 7 മുതൽ 14 വരെയുള്ള ഡേറ്റാണ് നമുക്ക് തന്നേക്കുന്നത്. സംസ്ഥാനതല ഉദ്ഘാടനം കഴിയുന്നതിന് അന്ന് തന്നെ നമ്മൾ കച്ചവടം തുടങ്ങും. അപ്പോൾ ഇതിനകത്ത് 12 ഐറ്റമാണ് നോൺ സബ്സിഡി: അരി, മല്ലി, മുളക്, പഞ്ചസാര, പിന്നീട് ഉഴുന്ന്, പയറ്, കടല, വൻപയർ, അങ്ങനെ ഒരു വെളിച്ചെണ്ണ, ഇത്ര ഉൾപ്പെടെ പഞ്ചസാര, പച്ചരി 5 കിലോ കുത്തരിയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഈ വർഷം അത് അളവ് കൂട്ടിയിട്ടുണ്ട്, 8 കിലോ ഉണ്ട്. മറ്റൈറ്റങ്ങൾ 500 ആയിരുന്നു കഴിഞ്ഞ വർഷം വരെ. ഈ വർഷം അത് 1 കിലോ ആക്കി. അപ്പോൾ ഇത്രയും 13 സബ്സിഡി ഐറ്റമാണ് നമുക്കുള്ളത്. ഒരു സാധാരണ കുടുംബത്തിന് നല്ല രീതിയിൽ ഓണം ആഘോഷിക്കാനുള്ള എല്ലാ ഇതുമുണ്ട്. പിന്നെ നോൺ സബ്സിഡി നമ്മൾ ആവശ്യമുള്ള, സാധാരണ കുടുംബത്തിന് ആവശ്യമുള്ള ജീരകം, കടുക്, ഉപ്പ്, പിന്നെന്തുവാ കായം, അങ്ങനത്തെ കുറച്ചായിട്ടേ നമ്മൾ എടുത്തിട്ടുള്ളൂ. കൂടുതൽ വിപുലമാക്കുന്ന ഐറ്റം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. സോപ്പ്, അതൊക്കെ വില കൂടുതലാണല്ലോ. സാധാരണക്കാരന് ഓണം ആഘോഷിക്കാനുള്ള എല്ലാ ഐറ്റവും ഉൾപ്പെടുത്തിയാണ്. മെയിനായിട്ട് ഓണസദ്യയാണല്ലോ, അതിനുള്ള എല്ലാ വിഭവങ്ങളും. പച്ചക്കറി ഇപ്പോൾ 2 വർഷം കൊണ്ട് ഞങ്ങൾ പച്ചക്കറി നടത്തുന്നില്ല, അല്ലെങ്കിൽ അത് നടത്തുന്നുണ്ടായിരുന്നു. എല്ലായിടവും ഒക്കെ പച്ചക്കറി ചെറിയ രീതിയിൽ ആളുകൾ കൃഷി ഉള്ളത് കൊണ്ട് നമുക്ക് മേടിച്ചാൽ നഷ്ടം വരുന്നുണ്ട്. അതുകൊണ്ട് പച്ചക്കറി എടുക്കുന്നില്ല. ബാക്കി ഇത് ഇപ്പോൾ ഒരുവിധം പാക്ക് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ ഒരു പാക്കിംഗ് ചാർജ്, ചെറിയൊരു ചാർജ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ എത്രാമത്തെ വർഷമാണെന്ന് അറിയാമോ ചന്ത ഇവിടെ നടക്കുന്നത്? നമ്മൾ ബാങ്ക് തുടങ്ങിയിട്ടൊരു 75 വർഷം ആവുന്നു. ഏതാണ്ട് എൻ്റെ അറിവിൽ ഞാൻ 10-30 വർഷമായി ഇവിടെ സർവീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അന്ന് മുതലേ ഓണച്ചന്ത. നമ്മൾ ഇത്തിരിയുടെ വിപുലമായി 3 കടകളാണ് നമുക്ക് അലോട്ട് ചെയ്തിരുന്നത്. ഈ 2 വർഷം കൊണ്ടേ ഉള്ളൂ ഈ ഒരു കടയിൽ ഒതുക്കിയത്. ഓക്കെ, അപ്പോൾ വളരെ നന്ദി. അഡ്വാൻസായിട്ട് എല്ലാ ബാങ്ക് ജീവനക്കാർക്കും ഓണാശംസകൾ ആശംസിക്കുന്നു. ജോലി ജംഗ്ഷൻ്റെ വകയായി എല്ലാവരെയും ബാങ്കിൻ്റെ വക ഓണാശംസകളും കൂടെ തീർച്ചയായിട്ടും ഇടപാട് വരെ എല്ലാം അറിയിക്കും. തീർച്ചയായിട്ടും. ഓക്കെ. എത്ര ദിവസമായി ഇവിടെ കിറ്റ് നിറപ്പ് തുടങ്ങിയിട്ടും? 2 ദിവസം ഉണ്ട്. എത്ര ദിവസം കൊണ്ട് തീരും ഏകദേശം? 7-ാം തീയതി തൊട്ടല്ലേ ചന്ത തുടങ്ങുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഇതെല്ലാം കിറ്റ് റെഡിയാവും. എത്ര ജീവനക്കാരുണ്ട് ഇവിടെ ഏകദേശം? ഞങ്ങളിപ്പം പാക്കിങ്ങിനായിട്ട് 7 പേരുണ്ട്. എല്ലാം ഇങ്ങനെ അളന്ന് കൃത്യമായി തൂക്കിയാണ് എല്ലാം ഫില്ല് ചെയ്യുന്നത് അല്ലേ? എന്തൊക്കെ ഐറ്റംസ് ആണ് കിറ്റിനകത്ത് വരുന്നത്? ഒരു കിറ്റിനകത്ത് കടുക്, ജീരകം, ഉലുവ, പഞ്ചസാര, തേയില, തോരൻ പരിപ്പ്, കടല, പയർ, വൻപയർ, ചെറുപയർ, അരി, റോസരി, വെള്ളയരി, ഉഴുന്ന്, റോസും വെള്ളയും ഉണ്ട്, പച്ചരി, മല്ലി, മുളക്, എല്ലാം ഉണ്ട്. ഉപ്പ്, വെളിച്ചെണ്ണ, കായം എല്ലാം ഉണ്ട്. 14 ഐറ്റം ഉണ്ട്.
അപ്പോൾ ഈ വർഷവും മലയാളികളുടെ ഓണം കെങ്കേമമാക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടുത്തെ പൂതക്കുളം സർവീസ് സഹകരണ ബാങ്കും അവിടുത്തെ ജീവനക്കാരും. കഴിഞ്ഞ 2 ദിവസമായി രാത്രിയും പകലും ഒന്നുമില്ലാതെ ആത്മാർത്ഥമായി ഈ ഒരു കിറ്റ് നിറയ്ക്കുന്നതിന് വേണ്ടി ഇവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും അഡ്വാൻസായി ഓണാശംസകൾ കൂടി നേർന്നുകൊണ്ട് ജോലി ജംഗ്ഷൻ മീഡിയ. താങ്ക് യു.